ഹായ്, എല്ലാവർക്കും ഫുഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മെഴുക്കുവരട്ടിയാണ് കോവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ നമ്മൾ 1/4 കിലോ കോവയ്ക്കാണ് എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യമേ വെളിച്ചെണ്ണ ചൂടാക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയാൽ മതിയാകും. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, അല്പം കറിവേപ്പില എന്നിവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം. നമുക്ക് കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞെടുത്തിട്ടുള്ള കോവയ്ക്ക് കുറേച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോവയ്ക്ക് ചെറുതായിട്ടൊന്ന് പഴുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെല്ലാം കൂടി. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്, സെപ്പറേറ്റ് മുളക് പൊടി ചേർക്കുന്നില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. ഇപ്പം നമ്മുടെ കോവയ്ക്ക വെന്ത് വന്നേക്കാണ്. ഇനി ഇതിലേക്ക് കായപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് നേരം കൂടി ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഞാൻ വരുന്നവരെ ബൈ ബൈ.